ഞാനിത് അടുത്ത വർഷത്തേക്ക് വേണ്ടി വെച്ചിരുന്ന സാധനമാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് എന്നോട് ഇപ്പം പറഞ്ഞതുകൊണ്ട് ഞാനതിപ്പം പറയുക. അച്ഛാ, എന്താ അന്ന് വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞതെന്നും എന്താ നടന്നതെന്ന് വെച്ചാൽ ഒന്ന് പെട്ടെന്ന് പറയാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞങ്ങളുടെ മൂത്ത അമ്മാവിന്റെ വിഷയത്തോടനുബന്ധിച്ചാണ് ഞാൻ ഇന്ന് സാക്ഷ്യം പറയുന്നത്. അവന്റെ യാത്രയുടെ ഞാൻ വിശദീകരിച്ച് പറയുന്ന കുഴപ്പമില്ല. അവന്റെ യാത്രയുടെ തുടക്കം മുതൽ ദേവദാസന്റെ ആ ഗൈഡൻസ് പ്രകാരമായിരുന്നു. അവനെ ആസ്ട്രേലിയയിലേക്ക് പോകാൻ വേണ്ടിയാണ് അവനെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്നാല് ദേവദാസൻ വിളിച്ചു പറഞ്ഞു അവന് ഓസ്ട്രേലിയയിലേക്ക് പോകത്തില്ല, UK പോകുമെന്ന് പറഞ്ഞു. അപ്പൊ എന്റെയും ചിന്താഗതി അവൻ അതിനുവേണ്ടി സാന്റമോണിക്കയിലൊക്കെ പല പല പേപ്പർ വർക്കുകൾ ഒരുപാട് പൈസകളൊക്കെ അവിടെ മുടക്കിയിരിക്കുന്ന സമയമായിരുന്നു. എന്നാൽ അത് അവന്റെ നിന്ന് അത് ചെയ്യാനിടയായില്ല, അത് ലഭിക്കാനിടയായില്ല. UK അവസാനം അവരുടെ അത് ക്ലോസ് ചെയ്യുന്ന സമയമായതുകൊണ്ട് അവൻ അന്ന് നിൽക്കുമ്പോൾ ദേവദാസൻ പറഞ്ഞു, നിനക്ക് വേണ്ടി ഒരു ലേഡി അവിടെ പ്രവർത്തിക്കുന്നു. അങ്ങനെ ഒരു ലേഡി അവന് വേണ്ടി അത് പ്രവർത്തിച്ച് അവൻ ചെന്ന സ്ഥലത്ത് 2 ലേഡിയും അവിടെ അവരെ സഹായിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അവനവിടെ സ്ഥലത്ത് എത്തിച്ചു. അവനവിടെ ലൈസൻസ് അവിടെ ലഭിക്കേണ്ട ആവശ്യമായിരുന്നു. അല്ല, അവന് ലൈസൻസ് കിട്ടില്ല. വളരെ പ്രയാസകരമായ ഒരു അവസ്ഥ. എല്ലാവർക്കും ലൈസൻസ് കിട്ടുന്നില്ല, ഇവന് മാത്രം ലൈസൻസ് കിട്ടില്ല. അനേക ദൈവീയ ആലോചനകൾ ദൈവദാസൻ അവനോട് പറഞ്ഞാണ് അവൻ ആ പ്രദേശത്ത് അയച്ചു. അവൻ അത് ഉറച്ചു വിശ്വസിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഈ ലൈസൻസ് കിട്ടാതിരുന്ന് വളരെ പ്രയാസം പ്രാർത്ഥിച്ച് ലൈസൻസ് കിട്ടി. എന്നാൽ അതിനുശേഷം ഇവനെ ഒരു ജോലിയുടേതായ ഒരു കാര്യങ്ങൾക്കൊന്നും മുന്നോട്ട് നീങ്ങുന്നില്ല. വളരെ പ്രയാസപ്പെട്ടൊക്കെ നോക്കിയാണ്. അനേകർക്ക് ജോലി ലഭിക്കുന്നു, എന്നാൽ ഇവന് ജോലി ലഭിക്കുന്നു. ദൈവദാസൻ ഇവനോട് പറഞ്ഞു, നിന്നെ മോനെ ദൈവം അവിടെ നിന്നെ മാനിച്ച് ശുശ്രൂഷയുടേതായ ഒരു മണ്ഡലത്തിലൂടെ കയറ്റിക്കൊണ്ട് ദൈവം നിന്നെ അവിടെ കൊണ്ടുപോകും. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകുന്നു പറഞ്ഞു. ഞാൻ ചുരുക്കി അങ്ങ് പറയാണ്. അങ്ങനെ കഴിഞ്ഞ നമ്മുടെ സഭയിൽ 2 ആന്ധ്രാപ്രദേശിന്റെ ദേവദാസന്മാരിവിടെ വരികയുണ്ടായി. അവരങ്ങനെ വന്നതിന് ശേഷം വീട്ടിൽ വന്നതിന് ശേഷം ഞങ്ങളുടെ ഭവനത്തിലും ബ്ലസംബറിന്റെ വീട്ടിൽ കയറിയ ശേഷം ഞങ്ങളുടെ വീട്ടിലും ദേവദാസൻ കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങളുടെ വീട്ടിലേക്ക് കയറുമ്പോൾ ഞങ്ങളുടെ ആ TV-യുടെ ആ ഭാഗത്ത് എന്നോട് ദേവദാസൻ എന്നോട് പറഞ്ഞു, അവര് പ്രാർത്ഥിച്ചു കഴിഞ്ഞ ശേഷം എന്നോട് പറഞ്ഞു, അച്ഛാ, നിങ്ങൾ എല്ലാവരും കൂടി ഒരു വെള്ളത്തിൽ ഒരു ബോട്ടിൽ കൂടെ യാത്ര ചെയ്തതായിട്ട് ഞാൻ കാണുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ UK-യുടെ പ്രദേശം അല്ലെങ്കിൽ എവിടെയാണ് ഈ വെള്ളത്തിൽ കൂടെ യാത്ര ചെയ്യുന്നത്? എനിക്ക് അങ്ങനത്തെ സ്കോട്ട്ലൻഡിലാണ്. അങ്ങനെയുള്ള പ്രദേശം അങ്ങനൊന്നും കാണുന്നത് എനിക്ക് അറിയത്തുമില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനിടയായില്ല. ഞാനത് അങ്ങനെ അങ്ങ് പൊട്ടുപോയി. അങ്ങനെ അവനൊരു ഇന്റർവ്യൂ വരുവാനിടയായി. ഇപ്പൊ അവൻ ആ ഇന്റർവ്യൂ ലഭിച്ചിരിക്കുന്ന സ്കോട്ട്ലൻഡിന്റെ ഒരു അങ്ങേപ്പുറത്തൊരു സ്ഥലം, ഒരു ഐലൻഡാണ്. ആ ഐലൻഡ് ഞാൻ നോക്കി കഴിയുമ്പോൾ 4 ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ജോലി ലഭിച്ചിരിക്കുന്നത്. ജോലി ലഭിക്കുന്നത് പറഞ്ഞാൽ അവന്റെ അപ്പോയിന്റ്മെന്റ് എല്ലാം വന്നു കഴിഞ്ഞു. ഇന്റർവ്യൂ കഴിഞ്ഞു. അവനോട് പറഞ്ഞു അടുത്ത 10-ാം തീയതിക്കുള്ളിൽ, ഡിസംബർ 10-ാം തീയതിക്കുള്ളിൽ അവിടെ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുക. അതിനുള്ള തയ്യാറെടുപ്പിലിരിക്കുകയാണ്. ആ പ്രദേശത്തേക്ക് ഞാൻ നോക്കിയപ്പോ ഈ ഇന്റർവ്യൂ നടക്കുന്നതിന് മുമ്പ് ഇന്റർവ്യൂ എന്താണെന്ന് ഒന്നും അവനും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. പക്ഷെ പ്രവചനം നിങ്ങൾ എല്ലാവരും കൂടെ വെള്ളത്തിൽ കൊണ്ടിട്ട് ദേവദാസൻ ഒരു കാര്യം കൂടെ പറഞ്ഞു, അച്ഛാ, വെള്ളത്തിൽ കൂടെ നടക്കുക സ്ഥലം എന്ന് പറഞ്ഞാൽ അത് യൂറോപ്യൻ കൺട്രി ആണെന്ന് എനിക്ക് സംശയമുണ്ട്. എന്നിട്ട് പറഞ്ഞാൽ അല്ല അച്ഛാ, അത് യൂറോപ്യൻ കൺട്രി തന്നെ UK-യുടെ ഒരു പ്രദേശമായി ഞാൻ കാണുന്നു പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പോലും സ്വപ്നത്തിൽ, അവൻ പോലും സ്വപ്നത്തിൽ കാണാത്ത ഒരു ഐലൻഡ് ഏരിയയിലേക്കാണ് ഇപ്പൊ അവർ ജോലി ചെയ്യുന്നത്. ഈ പ്രദേശത്തേക്ക് കടന്നു ചെല്ലണമെങ്കിൽ വെള്ളത്തിൽ കൂടെ, ബോട്ടിൽ കൂടെ മാത്രമേ ആ പ്രദേശത്തേക്ക് കടന്നു ചെല്ലാൻ പറ്റുള്ളൂ. അപ്പൊ അവരുടെ സാധനം കൊണ്ടുപോകാൻ വേണ്ടി ആ ട്രാൻസ്പോർട്ടുകാരെ വിളിച്ചപ്പോ അവര് പറഞ്ഞു, ഞങ്ങൾ ഈ ഐലൻഡിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അങ്ങനെ അവൻ കുറച്ച് ഇപ്പോ ആ സാധനം 8 മണിക്കൂർ യാത്രകളിലും ഉണ്ട് ഈ സ്കോട്ട്ലൻഡിൽ. അപ്പൊ പറഞ്ഞതുപോലെ ആ പ്രവചനം അതേപോലെ ആ വെള്ളത്തിൽ ആ പറഞ്ഞതുപോലെ അത് സംഭവിച്ചു വരുന്നുള്ളതാണ് സാക്ഷ്യം. ഞാനത് ചുരുക്കിയൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി അനേകം കാര്യങ്ങളെ കുറിച്ച് പറയാണ്ട് ബാക്കി കാര്യം ദേവദാസൻ പറഞ്ഞു. കർത്താവിന് ഒരിക്കൽ കൂടി തലയ്ക്ക് മീതെ കരങ്ങളെ അടിച്ച്, ഞാനല്ല കർത്താവാ ചെയ്യുന്നത്. കർത്താവ് എന്നെ അറിയിക്കുന്നത്, ഞാൻ ഇതുവരെ സ്കോട്ട്ലൻഡിൽ ഫിസിക്കലി പോയിട്ടില്ല, പക്ഷെ സ്പിരിച്വലി ഞാൻ മൂവ് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. ഞാൻ ഒരിക്കൽ നിങ്ങളോട് പറയുകയുണ്ടായി, ഞാനും എൻ്റെ ദൂതനും കൂടെ ഒരിക്കൽ ഒരു സ്ഥലത്ത് പോയ കാര്യം. ഞാൻ അവിടെ ചെന്നിറങ്ങി നടക്കുമ്പോൾ നല്ല ടൈല് പോലിട്ടൊരു സ്ഥലം, അതിലൂടെ നടന്നു കഴിഞ്ഞിട്ട് കുറെ ദൂരം ചെന്നിപ്പം എൻ്റെ അടുത്ത് നിൽക്കുന്ന ദൂതൻ എന്നോട് ചോദിച്ചു, ഇതേതാ സ്ഥലം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇത് സ്കോട്ട്ലൻഡാന്ന് പറഞ്ഞു. കാരണം നടന്ന് സ്ട്രീറ്റിൽ കൂടെ നടന്നു, പിന്നെ ചെല്ലുമ്പോൾ വെള്ളമാണ് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ എന്നോട് ചോദിച്ചു, ഇതേതാ സ്ഥലം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സ്കോട്ട്ലൻഡാന്ന് പറഞ്ഞു. എൻ്റെ കൂടെ നിന്ന ദൂതൻ ഡിസപ്പിയർ ആയി. ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് നോക്കി,
എനിക്ക് മനസ്സിലായി ഇതൊരു ദർശനമാണ്. ഇനി അവൻ യാത്ര ചെയ്യാൻ പോകുന്നത് ഞാൻ കണ്ട ആ വെള്ളത്തിന്റെ അടുത്തൂടെയാണ് അവൻ യാത്ര ചെയ്യാൻ പോകുന്നത്. ഞാൻ പോയി നിന്ന സ്ട്രീറ്റ് ആണ് എന്തോ ഗ്ലാസ്കോ എന്തോ അതാ. പക്ഷെ ഈ ഇവിടുന്ന പോകുന്നത് സ്കോട്ട്ലൻഡിലെ ഞാൻ ഈ പറഞ്ഞ സ്ഥലത്തു നിന്ന് അത് അവിടുന്ന് എഡിൻബ്രയിന്നുമല്ല, അവിടുന്ന് ഇപ്പുറത്തുനിന്ന് ഒരു പോർട്ടുണ്ട്, അവിടെ നാം പോകുന്നേ. ദൈവത്തെ കൊണ്ട് അസാധ്യമായിട്ട് ഒരു കാര്യമില്ല. ഇവൻ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഞാൻ തിരിച്ചു പോരുവോ, എനിക്ക് പറ്റത്തില്ല ഇനി ഇവിടെ. ഞാൻ പറഞ്ഞ നിന്നെ ദൈവം വിട്ടേക്കുന്നത് 4-ാം യാമത്തിലാണെങ്കിലും കർത്താവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. എന്റെ ദൈവം നിന്നെ കടലിൽ കൊണ്ടുവിട്ടിട്ട് പോകുന്ന ദൈവമല്ല, നിന്നെ തള്ളിക്കളഞ്ഞിട്ടിട്ട് പോകുന്ന ദൈവമല്ല. പക്ഷെ ചില കാര്യങ്ങളെ ദൈവം നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുക. ദൈവം നമ്മളെ ചില സാഹചര്യങ്ങളിലൂടെ കടത്തി പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവനോട് ഞാൻ ചോദിച്ചു, നിന്റെ 3 ഘട്ടങ്ങൾ ദൈവം നിന്നെ കടത്തിക്കൊണ്ടുപോകും. അവനോട് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് പറഞ്ഞു വിട്ട പ്രവചനങ്ങളാണ്. 3 ഘട്ടങ്ങളിലൂടെ ദൈവം നിന്നെ കടത്തിക്കൊണ്ട് പോകും. 3-ാം ഘട്ടത്തിൽ ദൈവം നിനക്ക് ഗവൺമെന്റ് ജോലി ദൈവം നിനക്ക് തരുമെന്ന് പറഞ്ഞു. അവൻ എന്നോട് പറഞ്ഞു, ഞാനിപ്പോ 8 ഇടത്ത് മാറി ജോലി ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നോട് ഏതൊക്കെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തു. കറക്റ്റ് 3 ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവൻ അങ്ങോട്ട് കയറുന്നത്. ദൈവങ്ങളെ, ദൈവം പറഞ്ഞ വാക്ക് മാറത്തില്ല, അവൻ തിരുത്തത്തില്ല, അവൻ കുറയ്ക്കത്തില്ല. അവൻ അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. അവന്റെ പേര് തന്നെ അത്ഭുത മന്ത്രി എന്നാണ്. ചിലർക്ക് നടക്കാൻ മേലാത്ത കാര്യങ്ങളെ സാധിപ്പിക്കാൻ അവൻ വീര്യഭുജമുള്ള കർത്താവാണ്. വീരനാം ദൈവം, നിത്യ പിതാവ്, നിനക്ക് വേണ്ടുന്നത് എന്താണെന്ന് അറിയിച്ചു തരുന്ന പിതാവാണ് നമുക്കുള്ളത്. നല്ല അപ്പനെ ഒരിക്കൽ കൂടി കരങ്ങളെ അടിച്ചു യേശുവേ എന്ന് ശബ്ദമുയർത്തി, യേശുവേ എന്ന് ശബ്ദമുയർത്തി മഹത്വം കരയിക്കുന്നു. ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇവിടെ കവർ ചെയ്യുന്നു. സഭ ഇറങ്ങി നിൽക്കുകയാണ്. അവനെ ഉണർവിന്റെ അഗ്നിയായി അവനെ എഴുന്നേൽപ്പിക്കുന്നത് കൊണ്ട് സ്തോത്രം. അവന്റെ ഗമനവും ആഗമനവും അനുഗ്രഹിക്കപ്പെടട്ടെ, ശക്തിയുള്ളവനായി മാറട്ടെ. ഞാൻ യേശുവിൻ നാമത്തിൽ സഭയെ ഒന്നിച്ച് ഒരു മനസ്സോടെ അവനെ ബ്ലസ് ചെയ്യുന്നു. അവൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. നന്മകളാൽ അവന്റെ മുമ്പിൽ വലിയ വഴികളും വാതിലുകളും തുറക്കട്ടെ. ബ്ലസ് ചെയ്യുന്നു. ആമേൻ. ഞാൻ അവനോട് പറഞ്ഞൊരു ചോദ്യമുണ്ട്, മോനെ ഞാൻ ഇപ്പോൾ ഡാഫഡിൽസ് ഫീൽഡിന്റെ ഇടയ്ക്കാണ് നിൽക്കുന്നതാണ്. എന്നാലും പറഞ്ഞു, പാസ്റ്ററെ അവിടെ മുഴുവൻ ഡാഫഡിൽസ് ഫീൽഡാണ്, ഞാൻ പേര് പോലും കേട്ടിട്ടില്ല. ഇപ്പോഴും എനിക്ക് ആ പേരറിയത്തില്ല. സ്ഥലത്തിന്റെ വലിയ ഉണർവ് നടന്ന സ്ഥലമാണ്. നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. വലിയ ഉണർവുകൾ നടന്ന സ്ഥലമാണത്. വലിയ സുവിശേഷകരെ ലോകത്തിന് സമ്മാനിച്ച ഇടമാത്. നമ്മുടെ കൂട്ടത്തിൽ ഒരു അഭിഷിക്തനായി ദൈവം അവനെ അവിടെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാൻ വേഗത്തിൽ തിരുവചനത്തിലേക്ക് കടക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ഇരിക്കണം. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് നിങ്ങളുടെ ഹൃദയങ്ങളെ വിട്ടുകൊടുക്കുക. കർത്താവ് അത്ഭുതം ചെയ്യുന്ന കർത്താവാണ്. എന്റെ ഇന്നത്തെ ചിന്താവിഷയം റൈസ് അപ്പ് ആൻഡ് ഷൈൻ എന്നുള്ളതാണ്. എഴുന്നേറ്റ് പ്രകാശിക്കുക എന്നുള്ളതാണ്. യെശയ്യാ പ്രവചനം 60-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം നമുക്ക് വേഗത്തിൽ വായിക്കാം. യെശയ്യാ പ്രവചനം 60-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. കർത്താവേ, ഞാൻ ഈ വചനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുക. അങ്ങയുടെ മഹത്വം ഇതിനകത്ത് ചലിക്കുന്നു. ഒരു മഹത്വം ഞാൻ അങ്ങേക്ക് വിട്ടു തരുമോ? അങ്ങ് വലിയവൻ, അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യുന്നത്, അങ്ങ് ഇടപെടുന്നത്, അങ്ങയുടെ രക്തമാ ഹാബിലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി ഞങ്ങളോട് സംസാരിക്കുന്നു. അങ്ങ് സംസാരിച്ചാൽ, അങ്ങ് ഇടപെട്ടാൽ അത്ഭുതങ്ങൾ നടക്കും, വിടുതലായി തീരും. അതിന്നിവിടെ നടക്കണമേ. തിരുവചനത്തിന്റെ ശക്തിയായ അതിന്റെ നാവിലൂടെ പുറപ്പെടണമേ. പ്രവചനങ്ങളായത് പുറത്തു വരണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എഴുന്നേറ്റ് പ്രകാശിക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല. ഞാൻ ഇതുവരെ ഇതിനെ കേട്ടിട്ടുമില്ല. പരിശുദ്ധാത്മാവ് എനിക്ക് തന്നതായതുകൊണ്ട്
ഞാൻ ഇതിന് ഇങ്ങനെ തന്നെ പറയുക, എഴുന്നേറ്റ് പ്രകാശിക്കുക. നമ്മള് ഒരു കുഞ്ഞ് ജനിച്ചു. ആ ജനിച്ചു കഴിഞ്ഞതിന് ശേഷം അത് എഴുന്നേൽക്കേണ്ടുന്ന സമയത്ത് എഴുന്നേറ്റ് നിൽക്കാതെയോ നടക്കാതെയോ വന്നാൽ ആശങ്ക തോന്നാത്ത മാതാപിതാക്കൾ ആരെങ്കിലും ഇതിനകത്തുണ്ടോ? എഴുന്നേറ്റ് നടക്കേണ്ടുന്ന സമയത്ത് അത് എഴുന്നേൽക്കുന്നില്ല. അതിന്റെ ഓരോ മൈൽ സ്റ്റോണുകളെയും നിങ്ങൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കും ഇരിക്കുന്നത്. അത് എഴുന്നേൽക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളത്തിൽ ഭയങ്കര വേവലാതി ഉണ്ടാവും. എന്തുകൊണ്ട് എഴുന്നേൽക്കുന്നില്ല? എന്തായിരിക്കും അതിന്റെ പിന്നിൽ? അതിന്റെ അസ്ഥിയുടെ ബലക്കുറവാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും പോഷകാഹാരങ്ങളുടെ എന്തെങ്കിലും അഭാവമാണോ എന്നുള്ള പല കാര്യങ്ങളും, എന്നിത്യാദി കാര്യങ്ങൾ നിങ്ങൾ നോക്കും. അതുപോലെ തന്നെ നല്ലൊരു ഡോക്ടറെ കൊണ്ട് കാണിക്കും. നിങ്ങൾക്ക് ചെയ്യാവുന്ന അത്രയും വലിയ കാര്യങ്ങളെ നിങ്ങൾ അതിന് ചെയ്യാനായിട്ടിടയാകും. അപ്പോൾ എഴുന്നേൽക്കുക എന്നുള്ളത് വലിയ അതിപ്രധാനമായിട്ടുള്ള കാര്യമാണ്. രണ്ട് തരത്തിലുള്ള എഴുന്നേൽപ്പുകളെ നമുക്ക് ഈ ഭൂമിയിൽ കാണാൻ പറ്റും. ഒന്ന് ഭൗതികമായിട്ടുള്ള എഴുന്നേൽപ്പാണ്, രണ്ട് ആത്മികമായിട്ടുള്ള എഴുന്നേൽപ്പാണ്. ഈ ആത്മികമായിട്ടുള്ള എഴുന്നേൽപ്പിനകത്ത് ഒത്തിരി ഘട്ടങ്ങളുണ്ട്. അതിന്റെ ഉയർച്ചയ്ക്കകത്ത് പല ഘട്ടങ്ങളുണ്ട്. എഴുന്നേറ്റ് നിൽക്കുന്നതിനകത്ത് പല ഘട്ടങ്ങളുണ്ട്. പ്രകാശിക്കുന്നതിനകത്ത് ഹല്ലേലൂയ പല ഘട്ടങ്ങളുണ്ട്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ആ ഭൗതികമാകുന്ന എഴുന്നേൽപ്പുകൾക്കകത്തും പല ഘട്ടങ്ങളുണ്ട്. അത് നമ്മുടെ ആരോഗ്യത്തിലുള്ള എഴുന്നേൽപ്പുണ്ട്, അത് നമ്മുടെ സാമ്പത്തിക മേഖലയിലുള്ളതുണ്ട്, നമ്മുടെ കുടുംബ ജീവിതത്തിലുള്ള എഴുന്നേൽപ്പുണ്ട്. വിവിധ ഘട്ടങ്ങളായിട്ടുള്ള എഴുന്നേൽപ്പുകൾ ഈ രണ്ട് മേഖലകളിലുമുണ്ട്. കരങ്ങളെ അടിച്ചു കർത്താവിന് മഹത്വം കൊടുത്താണ്. ഞാൻ അന്നുകൂടി കുറച്ചും കൂടെ ഒന്ന് വിശദീകരിച്ചത്, ഞാനിത് ഒരു പ്രസംഗ ശൈലി എന്നുള്ളതിലുപരി നിങ്ങൾക്കിത് മനസ്സിലാകണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കളയരുത്. ഇവിടെ ഒരു ബൾബ് ഉണ്ടെന്നിരിക്കട്ടെ. ആ ബൾബ് അല്ലെങ്കിൽ ഈ ലൈറ്റ് സ്വിച്ച് ഇടുന്നിടം വരെ അത് കത്താതിരിക്കുക. ബൾബ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ബൾബ് ഉണ്ട്, പക്ഷേ അത് കത്താതിരിക്കുകയാണ്. എങ്കിലും അതിന്റെ പേരെന്താണ്? ബൾബ് എന്നാണ്. അങ്ങനെ ഈ ബൾബിലോട്ട് ഇതൊന്ന് കത്തണമെങ്കിൽ, അതൊന്ന് പ്രകാശിക്കണമെങ്കിൽ, കാരണം വചനം എങ്ങനെയാണ്? എഴുന്നേറ്റ് പ്രകാശിക്കാം. അതൊന്ന് പ്രകാശിക്കണമെങ്കിൽ എന്ത് വേണം? പവർ വേണം. എന്ത് വേണം? പറഞ്ഞേ. പവർ വേണം, ശക്തി വേണം. ശക്തി അല്ലെങ്കിൽ പവർ ട്രാൻസ്മിറ്റ് ആയെങ്കിൽ മാത്രമേ അതിന് പ്രകാശിക്കാൻ കഴിയത്തുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു ക്രിസ്തീയ ജീവിതത്തിനകത്തും ഒരു വ്യക്തിക്ക് പ്രകാശിക്കണമെങ്കിൽ ഒരു പവർ വേണം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പവർ വന്നെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് പ്രകാശിക്കാൻ പറ്റത്തുള്ളൂ. അതിനുമുപരി എഴുന്നേൽക്കാൻ പറ്റത്തുള്ളൂ. എഴുന്നേൽക്കണമെങ്കിൽ എന്ത് വേണം? പവർ വേണം. പറഞ്ഞേ. എഴുന്നേൽക്കണമെങ്കിൽ ശക്തി വേണം. അപ്പോൾ ഈ ശക്തി ഇല്ലാത്തത് കൊണ്ടാണ് എഴുന്നേൽക്കേണ്ടുന്ന സമയമായിട്ടും പലതും എഴുന്നേൽക്കാതിരിക്കുന്നത്. ഈ ശക്തി ഇല്ലായ്മ വന്നിരിക്കുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൊണ്ടായിരിക്കാം. ഒന്നുകിൽ ആ വ്യക്തിക്ക് അതിന് വേണ്ടുന്ന പോഷകാഹാരമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ അതിന് ശക്തിയില്ലായ്മ വരാം. ഞാൻ ഈ പറയുന്നത് എഴുന്നേൽപ്പിനെ തടയുന്ന സംഗതിയെ കുറിച്ചാണ്. ഒരു വ്യക്തിക്ക് യഥാർത്ഥമായിട്ടും ശക്തി ഇല്ലെങ്കിൽ അതിന് എഴുന്നേൽക്കാൻ പറ്റത്തില്ല. അത് സ്വയമേവ അതിനുണ്ടായിട്ടുള്ള പല ബലഹീനതകൾ കൊണ്ട് ആ വ്യക്തിക്ക് എഴുന്നേൽക്കാൻ മേലാതെ വരാം. രണ്ടാമത്തെ എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ഹെറിഡിറ്ററി ആയിട്ട് എന്തെങ്കിലും സാധനം വന്നിട്ടുണ്ടെങ്കിൽ അത് എഴുന്നേൽക്കത്തില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് എഴുന്നേൽക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും ഇനഫ് ട്രെയിനിങ് അല്ലെങ്കിൽ നമ്മളെ തന്നെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യാതിരുന്നാൽ, ഒരു കൊച്ചിനെ നിങ്ങൾ
ഉണ്ടായി കഴിഞ്ഞിട്ട് അതിനിങ്ങനെ നിലത്ത് വിടാതെ എഴുന്നേറ്റ് പിടിച്ചോണ്ടങ്ങ് നടന്നാൽ മതി. അത് നടക്കുമോ? അത് പെട്ടെന്ന് നടക്കത്തില്ല. ഇതിൻ്റെ അത് ഒത്തിരി ഡോക്ടേഴ്സ് ഇരിപ്പുണ്ട്, നേഴ്സുമാർ ഇരിപ്പുണ്ട്. നടക്കുമോ? അത് നടക്കത്തില്ല. അതിനെ താഴെ വിട്ടാലേ നടക്കുള്ളൂ. എന്താ സത്യത്തിൽ നടക്കുന്നേ? അത് ട്രെയിൻ ചെയ്യുവാണ്, അല്ലെങ്കിൽ അതിനെ തന്നെ സ്ട്രെങ്തൻ ചെയ്യുവാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇത് എഴുന്നേറ്റ് നടക്കാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ എഴുന്നേൽക്കാതിരിക്കുന്നതിന് മറ്റൊരു നിദാനമായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അതിനുള്ള ശക്തിയിലും അധികം അതിനും മീതെയുള്ള ഒരു സ്വാധീനം അല്ലെങ്കിൽ ശക്തി ഇതിന്റെ മേൽ ചെലുത്തപ്പെട്ടാൽ അതിന് എഴുന്നേറ്റ് നടക്കാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ എഴുന്നേറ്റ് നടക്കണമെന്ന് കണക്കിന് അവന് സ്ട്രെങ്ത് ഉണ്ട്, പക്ഷേ അവനെ ഞാൻ പിടിച്ചങ്ങ് അമക്കി അങ്ങ് വെച്ചേക്കുവോ, അവൻ നടക്കുവോ? എഴുന്നേറ്റ് നടക്കാൻ പറ്റത്തില്ല. കാരണം അവനെക്കാട്ടിലും ശക്തി എനിക്കുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പവറിന്റെ ഇൻഫ്ലുവൻസ് ആണ് ഒരു വ്യക്തിയുടെ എഴുന്നേൽപ്പിനെ തടയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാൻ വളരെ സരളമായിട്ട് നിങ്ങളോട് പറഞ്ഞു തരുന്നുണ്ട്. കാരണം ഞാൻ ഇന്ന് എന്തിവിടെ പറയുന്നോ അത് ഇന്ന് ഇവിടെ നടക്കും. ഞാൻ പറഞ്ഞല്ലോ, എഴുന്നേൽപ്പിനെ തടയുന്നത് ഹെറിഡിറ്ററി ആയിട്ട് വന്ന ചില സംഭവങ്ങളുണ്ട്. ചിലത് ലാക്ക് ഓഫ് ട്രെയിനിങ് കൊണ്ട്, ഇനഫ് ട്രെയിനിങ് കൊണ്ട് നടക്കാം. മറ്റൊരു സംഭവത്തിന് വേറൊരു ശക്തിയുടെ സ്വാധീനം. ഈ വേറൊരു ശക്തിയുടെ സ്വാധീനത്തിനകത്ത് വരുന്നൊരു ഘടകമാണ് കേഴ്സ്. ശാപം. ശാപത്തിന് ശക്തിയുണ്ട്. ഈ ശാപം എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ വരാം. ഒന്ന്, ജനറേഷണലായിട്ട് വരാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കായീൻ ശപിക്കപ്പെട്ടവൻ ഒറ്റ വേടടിച്ചേ ഉള്ളൂ. ആ ജനറേഷൻ മുഴുവൻ യേശു വന്ന കാനാവിലെ വെള്ളത്തെ വീഞ്ഞാക്കുന്ന ആദ്യ നിമിഷം വരെ ആ ജനറേഷൻ ടു ജനറേഷൻ പോലും. ഇതുപോലെ തന്നെ പല കാര്യങ്ങള് നമുക്ക് വചനത്തിൽ എടുത്ത് കാണാൻ പറ്റും. ഞാൻ അതിൻ്റെ അകത്തോട്ടൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അത് ജനറേഷണൽ അല്ല, ഈ വ്യക്തി തന്നെ നേരിട്ട് പോയി പിടിച്ച സംഭവമായിരിക്കും. ഇതിനകത്ത് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുടെ ലൈഫിൽ കൂടെ വേണം കടന്നു പോകാൻ. ഇപ്പോൾ നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ സ്വതന്ത്രമായി പുറത്തു വരും. ചില ജനറേഷണലായിട്ട് വന്ന സംഭവങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായിരിക്കുന്നത് കാണാം. നിങ്ങളുടെ എഴുന്നേൽപ്പിനെ തടഞ്ഞേക്കുന്ന സംഭവങ്ങൾ കാണാം. ഉയർച്ചകളെ തടഞ്ഞേക്കുന്ന സംഭവങ്ങൾ കാണാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നിങ്ങൾ തന്നെ പറഞ്ഞ സംഭവങ്ങൾ അല്ലെങ്കിൽ നിങ്ങളായിട്ട് തന്നെ പിടിച്ച സംഭവങ്ങൾ, നേരിട്ട് ഒരു വ്യക്തിയുടെ ശാപം അല്ലെങ്കിൽ ഒരു ആരും ആയിക്കോട്ടെ, നിങ്ങളുടെ മാതാപിതാക്കളായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഒരു ശപിച്ച ശാപം അല്ലെങ്കിൽ നിങ്ങളായിട്ട് പോയി റോങ് ആയിട്ടുള്ള ഇടത്ത് കയറി പിടിച്ച പിടി, അത് നിങ്ങളിൽ ശാപമായിട്ട് വരാനായിട്ട് സംഭവങ്ങളും സാധ്യതകളും ഉണ്ട്. ഇന്ന് ഈ രാത്രികാലം ഇങ്ങനെയുള്ള മേഖലകളിൽ എഴുന്നേൽപ്പിനെ തടഞ്ഞു നിൽക്കുന്ന ചില സ്പിരിറ്റുകളെ ശാസിക്കുക. ഇന്ന് ഈ രാത്രികാലം ചില വ്യക്തികൾ എഴുന്നേൽക്കുന്നതിനും ആ വ്യക്തികൾ പ്രകാശിക്കുന്നതിനും അവരുടെ ബ്രൈറ്റ് ആയിട്ടുള്ള മേഖലകളിലേക്ക് കടന്നു പോകുന്നതിനും വിരുദ്ധമായിട്ട് നിലനിൽക്കുന്ന ചില ശക്തികളോട് ഞാൻ ആത്മാവിൽ കൽപ്പിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽപ്പുകളെ തടയുന്ന, ഉയർച്ചകളെ തടയുന്ന, നന്മകളിലേക്ക് എത്തിക്കാതിരിക്കുന്ന ചില സ്പിരിറ്റുകളെ ഞാൻ ഈ രാത്രികാലം പൊളിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ,
ഡിലേ എന്നുള്ളതിന്റെ നിർവചനം വേണേ നിങ്ങളൊന്ന് അടിച്ചു നോക്കണം ഗൂഗിളിൽ. എന്താ ഡിലേയെ പറ്റി എഴുതിയേക്കുന്നത്? ചുമ്മാ അടിച്ചിട്ടൊന്ന് ഉറക്കെ ഒന്ന് വായിച്ചിരുന്നു. ഞാൻ സമയം തരാം. ഡിലേ എടുത്ത് പറയണേ. ഈ ഡിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഭാഷയിൽ ഇതൊരു സ്പിരിറ്റാണ്. ഡിലേ എന്ന് പറഞ്ഞാൽ നമ്മളതിനെ ഓമനപ്പേടി ഡിലേ എന്ന് വിളിക്കുന്നു. അല്ലെങ്കിൽ എന്ന് പറയുന്നത് ചിലരുടെ ട്രെയിനൊക്കെ വൈകുമ്പോൾ കണ്ടിട്ടില്ല, ഞാൻ നിങ്ങളോട് ഖേദം പ്രകടിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഈ ഖേദം കേൾക്കാൻ നിൽക്കുന്ന ആൾക്കാരല്ല. തക്ക സമയത്ത് വചനമാണ് പഠിപ്പിക്കുന്നത്. തക്ക സമയത്ത് ഹല്ലേലൂയ. ഓ, വിതയ്ക്കാനുള്ളത്, ഹല്ലേലൂയ, കഴിപ്പാനുള്ളത്, തിന്മാനുള്ളത്, ഹല്ലേലൂയ. തക്ക സമയത്ത് ഉള്ള ഫലം, തക്ക സമയത്ത് ഫലം കായ്ക്കണം. നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു ഡിലേകളും ഉണ്ടാകാൻ പാടില്ല. ഇന്ന് ഈ രാത്രികാലം സഭയുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന എല്ലാ ഡിലേകളും ശാസിക്കപ്പെടുകയാണ്. What is delay? Something late or slow. Make someone or something late or slow. കുറച്ചുകൂടെ ഉണ്ടല്ലോ, വിശദമായിട്ട് വായിച്ചത്. What is delay എന്നാണ് അടിച്ചത്. അടിച്ചോ? A postponement or a wait, an instance where something happens later or something happens later. നടക്കേണ്ടുന്ന സമയം കഴിഞ്ഞു. something happens later or slower than expected. അടുത്തത് Either by choice or due to a problem. അതിന്റെ ബ്രാക്കറ്റിൽ കിടക്കുന്ന വായിച്ചേ. Either by choice to put something off or due to a problem, a flight delay or traffic. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഭവം നടക്കേണ്ടുന്നതാണ്, എങ്കിലും നടത്താതെ അതിനെ തടഞ്ഞു വെക്കുകയാണ്. ഇതിനെ എന്റെ ഭാഷയിൽ ഒരു സ്പിരിറ്റാണ്. സ്പിരിറ്റിന് പവർ ഉണ്ട്. പറഞ്ഞേ, സ്പിരിറ്റിന് പവർ ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? സ്പിരിറ്റിന് പവർ ഉണ്ട്. അത് പരിശുദ്ധാത്മാവാണെങ്കിൽ പരിശുദ്ധാത്മാവിന്, ഹോളി സ്പിരിറ്റ് ആണെങ്കിൽ ഹോളി സ്പിരിറ്റിന് പവർ ഉണ്ട്. ഈവിൾ സ്പിരിറ്റ് ആണെങ്കിൽ ഈവിൾ സ്പിരിറ്റിന്റെ പവർ ഉണ്ട്. ഹോളി സ്പിരിറ്റിന്റെ പവറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ മേൽ ഉയർച്ചയിലേക്ക്, ഹല്ലേലൂയ, കീഴെയുള്ള പാതാളത്തെ ഒഴിവാക്കിക്കൊണ്ട് മേലോട്ട് കൊണ്ടുപോകുന്നതാണ്. അതിൽ ഉയർച്ചകളിലേക്ക്, നന്മകളിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഹോളി സ്പിരിറ്റ്. അതേസമയം ഈവിൾ സ്പിരിറ്റിന്റെ പവറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങളെ അറുക്കും, നിങ്ങളെ മുടിക്കും, നിങ്ങളെ തകർത്തുകളയും, നിങ്ങളിലുള്ള നന്മകളെ ചോർത്തിക്കളയും, നിങ്ങളിൽ ബലഹീനതകളെ കൊണ്ടിട്ട് ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തെ ഹല്ലേലൂയ മിസറബിൾ ആക്കി കളയുന്നതാണ് ഈവിൾ സ്പിരിറ്റ്. ഇന്ന് ഈ രാത്രികാലം എല്ലാ ഡിലേയുടെ സ്പിരിറ്റും ഇതിന്റെ അകത്തിരിക്കുന്ന ഓരോ വ്യക്തികളുമായി കണക്ട് ചെയ്ത് ഇവരറിഞ്ഞോ അറിയാതെയോ ഇവരുടെ ജീവിതങ്ങൾ കൊണ്ടാകട്ടെ, ഹല്ലേലൂയ, ഇവരുടെ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ ജനറേഷന്റെ ജീവിതങ്ങൾ കൊണ്ടാകട്ടെ, ഏതെങ്കിലും വ്യക്തികളുടെ കാര്യങ്ങൾ കൊണ്ടാകട്ടെ, ഉണ്ടായിട്ടുള്ള എല്ലാ ഡിലേകളെയും ഞാൻ ആത്മാവിൽ ക്യാൻസൽ ചെയ്യുകയാണ്. എഴുന്നേറ്റ് പ്രകാശിക്കാം, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. യഹോവയുടെ തേജസ് അല്ലെങ്കിൽ ഗ്ലോറി ഒരു വ്യക്തിയുടെ മേൽ ഉദിച്ചാൽ ആ വ്യക്തി അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങും. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ യഹോവയുടെ ശക്തി നിന്റെ മേൽ നിഴലിട്ടാൽ പുതിയത് സംഭവിക്കും, പുതിയ ജനനങ്ങൾ ഉണ്ടാകും. അതിന്റെ ജീവിതത്തിൽ എന്താണോ ഇല്ലാത്തത് അതിനെ ഇങ്ങ് കൊണ്ടുവരും. ഒറ്റ കാര്യം, യഹോവയുടെ ശക്തിയെ നിഴലിടാൻ അനുവദിക്കുക. യേശുവിന്റെ അമ്മയാകുന്ന മറിയം, നിന്റെ ഇഷ്ടം പോലെ, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എന്നിലൊന്ന് ഭവിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ, ആ ഹിതത്തെ ഒന്ന് വിട്ടുകൊടുത്തപ്പോൾ, നിഴലിടാൻ ഓ ഹല്ലേലൂയ മഹത്വം ഒന്ന് ഇറങ്ങാൻ അനുവദിച്ചപ്പോൾ, ഓ ഹല്ലേലൂയ മുഴു ലോകത്തിന്റെ രക്ഷകൻ അവരിൽ നിന്ന് പുറത്തു വന്നെങ്കിൽ ഇന്ന് രക്ഷയില്ലാതെ പ്രതിസന്ധികൾക്കകത്ത്, പ്രശ്നങ്ങൾക്കകത്ത്,
ഉപദേശങ്ങളും ചെയ്തിട്ടും മുന്നോട്ട് പോകാൻ കഴിയാതെ നിൽക്കുന്ന ജീവിതമേ, ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി പ്രവചിക്കുകയാണ്. ഓ ഹല്ലേലൂയ, ദൈവശക്തി ഇന്ന് ഈ രാത്രികാലം നിങ്ങളുടെ മേൽ നിഴലിടട്ടെ. പുതിയ ജനനങ്ങൾ ഉണ്ടാകട്ടെ, പുതിയത് സംഭവിക്കട്ടെ. വചനം പറയുന്നു, നന്മയ്ക്കായി ഞാൻ നിന്നെ രക്ഷിക്കും. നന്മയ്ക്കായി ഞാൻ നിന്നെ രക്ഷിക്കും. നിങ്ങൾക്കറിയാമോ, ഏതെങ്കിലും ഒരു വ്യക്തിയെ രക്ഷിക്കണമെങ്കിൽ ഭയങ്കര എഫർട്ട് ഉണ്ട്. ഇതിന്റെ അകത്ത് രക്ഷിച്ചിട്ടുള്ള വ്യക്തികൾക്കറിയാം. ഞാൻ ഏകദേശം 19ഓളം ജീവനുകളെ ഞാൻ രക്ഷിച്ചിട്ടുണ്ട്. വെള്ളത്തിൽ നിന്നും, തീയിൽ നിന്നും, പല ആക്സിഡന്റുകളിൽ നിന്നും ഫിസിക്കലായിട്ട് ഇറങ്ങി രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അത് രക്ഷപ്പെടുത്തുമ്പോൾ നമുക്കറിയാം അതിന്റെ പിന്നിലെ എഫർട്ട് എത്രമാത്രം ഉണ്ടെന്ന്. ഞാൻ ഇതുപോലെ ഒരു വർഷം നാട്ടിൽ ഞാൻ ലീവ് ചെയ്യുന്നപ്പോഴാണ് കനാലിനകത്തോട്ട് ഒരു കാര്യം മറിഞ്ഞു കിടക്കുന്നത്. ഞാൻ നോക്കുമ്പോൾ ആരും ചാടാതെ നിൽക്കുക. ഞാൻ വേഗത്തിൽ എടുത്ത് ചാടി ആ വ്യക്തികളെ അതിൻ്റെ അകത്ത് നിന്ന് 4 പേരെ രക്ഷപ്പെടുത്തി, 2 പേര് മരിച്ചുപോയി. നിങ്ങൾക്കറിയാമോ, അതിന്റെ പിന്നിൽ ഈ എഫർട്ടുണ്ട്. നന്മയ്ക്കായിട്ട് രക്ഷിക്കാൻ കുറച്ച് എഫർട്ട് ഉണ്ട്. ആ എഫർട്ട് ഓൾറെഡി യേശു കാൽവരി ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അതിനുവേണ്ടി ഒന്നും ശേഷിച്ചിരിപ്പില്ല. ഒരൊറ്റ കാര്യം, നിങ്ങൾക്ക് ഇന്ന് ഈ രാത്രികാലം വിശ്വാസമുണ്ടെങ്കിൽ എന്റെ ദൈവത്തിന് എന്റെ ഹിസ്റ്ററിയെ മാറ്റാൻ പറ്റും. ഇന്ന് നാളെ വരെ എന്റെ ജീവിതത്തിൽ നടന്നതിനെ മാറ്റി പുതിയതാക്കി എന്നെ മാറ്റി എന്നെ നന്മയ്ക്കായി രക്ഷിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രികാലം അത്ഭുതങ്ങൾ നടക്കുകയാണ്. ലിറ്ററലി ഇതിന്റെ അകത്ത് വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട ശരീരത്തിലെ ശക്തിയില്ലായ്മകൾ വിട്ടുമാറുകയാണ്. എല്ലാ ഫിസിക്കൽ ഡിസബിലിറ്റികളും ശരീരത്തിലെ ബലഹീനതകളെയും ഞാൻ ആത്മാവിൽ ശാസിക്കുകയാണ്. I come against you right now. ഇപ്പോൾ വിട്ടുമാറുക. എല്ലാ lack of കോൺഫിഡൻസുകളും വിട്ടുമാറാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ വീണ്ടും കൽപ്പിക്കുകയാണ്, അങ്ങനെയുള്ള സ്പിരിറ്റുകൾ ഇതിന്റെ അകത്ത് നിന്ന് വിട്ടുമാറണം. ഞാൻ മത്തായിയുടെ സുവിശേഷം 2-ാമത്തെ അധ്യായം അതിന്റെ കുറച്ച് പാർട്ടുകൾ നമുക്ക് വേഗത്തിൽ കടന്നുപോകാം. ഹെരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരൂശലേമിലെത്തി, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നു എന്ന് പറഞ്ഞു. ഹെരോദ രാജാവ് അത് കേട്ട് അവനും യെരൂശലേം ഒക്കെയും ഭ്രമിച്ചു. ജനത്തിന്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടിവരുത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു. അവർ അവനോട് യഹൂദയിലെ ബേത്ലഹേമിൽ തന്നെ. യേശുവിന്റെ ജനനത്തെ കുറിച്ചാണ് പറയുന്നത്. യേശു ജനിച്ച ഉടനെ വ്യക്തികൾക്ക് മനസ്സിലാകുകയാണ്, വിദ്വാൻമാർക്ക് മനസ്സിലാകുകയാണ് യേശു ജനിച്ചു എന്ന്. ഇനിയും ഈ യേശു ജനിച്ചു എന്നുള്ളത് മാത്രമല്ല പ്രത്യേകത, അവൻ രാജാവായിട്ടുള്ള ഒരു അഭിഷേകത്തിലാണ്. അവന്റെ നക്ഷത്രത്തിന്റെ പ്രത്യേകതയാണ് അവൻ രാജാവായി തീരും. രാജാവായി തീരുന്നത് കൊണ്ട് അവനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം, അവന്റെ എഴുന്നേൽപ്പിനെ തടയണം. ചുരുക്കി പറഞ്ഞാൽ അവന്റെ എഴുന്നേൽപ്പിനെ തടയണം. കാരണം അവൻ എഴുന്നേറ്റ പണിയാ, എഴുന്നേറ്റ പ്രശ്നമാണ്. കാരണം ഏതാണോ അതിനെതിരെ നിൽക്കുന്ന ശക്തി അതിനെ അവൻ പൊളിച്ചു കളഞ്ഞിരിക്കും. ഇന്നും ഇതിന്റെ അകത്ത് വ്യക്തി ജീവിതങ്ങളുമായി നീ എഴുന്നേറ്റ പ്രശ്നമാണ്, അതുകൊണ്ടാണ് നിന്നെ പ്രശ്നത്തിലാക്കിയേക്കുന്നത്. നീ എഴുന്നേറ്റ പ്രശ്നമാണെന്ന് പൈശാചിക ലോകത്തിന് അറിയാം, അതുകൊണ്ടാണ് നിന്നെ പ്രശ്നത്തിൽ ഇട്ടേക്കുന്നത്. തിരിച്ചറിയുക, ആരെങ്കിലും പ്രശ്നത്തിൽ കൂടെ മറ്റാരും
കടന്നു പോകാത്ത, മറ്റാർക്കും മനസ്സിലാകാത്ത പ്രശ്നങ്ങൾക്കകത്തൂടെ, പ്രതിസന്ധികൾക്കകത്തൂടെ കടന്നു പോകുന്നെങ്കിൽ തിരിച്ചറിയുക, കുഴപ്പം നിന്റേതല്ല, നിന്റെ ജനനത്തിന്റെ പ്രത്യേകതയാ. നീ നിന്നിൽ തന്നെ ഒരു ശക്തിമാനാ. നീ എഴുന്നേറ്റാൽ പൈശാചിക ലോകത്തിന് വെല്ലുവിളിയാണെന്ന് പിശാചിനെ നേരിട്ടറിയാം. അവർ ഒറ്റ കാരണം കൊണ്ട് അവന്റെ എഴുന്നേൽപ്പിനെ തടയുന്നതാണ്. നിന്റെ കുടുംബത്തെ തകർക്കുന്നുണ്ടോ? നിന്റെ സമ്പത്തിനെ ചോർത്തിക്കളയുന്നുണ്ടോ? നിന്റെ ആരോഗ്യത്തെ കെടുത്തിക്കളയുന്നുണ്ടോ? തിരിച്ചറിയാൻ നീ നിന്റെ കുടുംബങ്ങളെ ഒന്നിച്ചു നിന്നാൽ പൈശാചിക ലോകത്തിന് വെല്ലുവിളിയാ. നിന്റെ സമ്പത്തുണ്ടെങ്കിൽ നിന്റെ സമ്പത്തോട് ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ട് അത് പൈശാചിക ലോകത്തിന് വെല്ലുവിളിയാ. നിന്റെ അറിവിനെ തടയാൻ നോക്കുന്നു, നിന്റെ വിദ്യാഭ്യാസത്തെ തടയാൻ നോക്കുന്നു. ഹല്ലേലൂയ, തിരിച്ചറിയുക. ഹല്ലേലൂയ, നീ ആ മേഖലയിൽ വളർന്നു വന്നാൽ പൈശാചിക ലോകത്തിന്റെ അടിത്തറ പൊളിക്കുമെന്ന് അവന് നേരത്തെ അറിയാം. അവന് ജോലി കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. അവൻ എന്നോട് വിളിച്ചു പറഞ്ഞപ്പോ ഒരു കാര്യമുണ്ട്, പാസ്റ്റർ ഞാൻ ഐസ് ക്യൂബ് ചുമന്ന് മടുത്തുന്നു. ഞാനൊരു ദിവസം നോക്കുമ്പോ അവൻ പാത്രം കഴുകുന്ന ശബ്ദമാണ് ഞാൻ കേൾക്കുന്നത്. ഞാൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര കരച്ചിൽ വന്നു. വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടല്ല. ഞാൻ പറഞ്ഞു, കർത്താവേ, അങ്ങ് എന്നോട് പറഞ്ഞത്, ഞാൻ അവനോട് പറഞ്ഞത്, ഞാൻ പറഞ്ഞതും പ്രകാരം അവൻ പോയത്. ഇനി ഇത് ആവർത്തിക്കപ്പെടാൻ പാടില്ല. ദൈവം അവൻ അന്നേരം ലൈസൻസ് കൊടുത്തു. പിറ്റേ ആഴ്ച അറിയാം പിശാചിന് അവനെ വെറുതെ വിടരുതെന്ന്, അവനെ ഒതുക്കണമെന്നറിയാം. പക്ഷേ ഞാൻ പറയുന്നു, ഈ രാത്രികാലം അതേപോലെ പൈശാചിക ലോകം അമർത്തി വെക്കാൻ നോക്കി ഇന്ന് വരെ നോക്കിയതും മതി. നിന്റെ പരിപാടി മതി. ഈ രാത്രികാലം അതുമായി കണക്ട് ചെയ്തിട്ടുള്ള ഡിലേകളെ, അതിന്റെ പേരിലുള്ള ഫോഴ്സുകളെ, എക്സ്റ്റേണൽ ഫോഴ്സുകളെ ആത്മാവിൽ ക്യാൻസൽ ചെയ്യുക. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഓൾട്ടറുകളും ഈ രാത്രികാലം പൊളിയട്ടെ. Catch fire right now in the name of Jesus. It will get consumed by fire. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇതിനകത്തോട്ട് അനുവദിക്കുകയാണ്. ഫലിക്കപ്പെടട്ടെ, ഫലിക്കുകയാണ് ഈ രാത്രി. നക്ഷത്രം കണ്ട് പുറപ്പെട്ടു. എന്നാലേ ഹെരോദാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചു. അവരെ ബെത്ലഹേമിലേക്ക് അയച്ചു. നിങ്ങൾ ചെന്ന് ശിശുവിനെ കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പിൻ, കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിന് വന്ന് എന്നെ അറിയിപ്പിൻ എന്ന് പറഞ്ഞു. വിദ്വാൻമാര് യഥാർത്ഥമായിട്ടും കാണാൻ പോയതാ. പക്ഷെ പൈശാചിക ലോകം വേറൊരു സെറ്റിംഗ് നടത്തുകയാണ്. അവനെ കൊണ്ടുവന്ന് ഡയറക്റ്റ് ചെയ്ത് രാജാവിന്റെ അടുത്ത് കൊണ്ട് ചെല്ലുക. രാജാവ് പറയുക, നിങ്ങൾ പോയി കണ്ടുപിടിക്ക്, പിന്നെ ഞാൻ പുറകെ വരാം. എന്തിനാ? നമസ്കരിക്കാനല്ല, കാലവാരി അലക്കാൻ. ഇതേപോലെ ഇതിന്റെ അകത്ത് ഇരിക്കുന്ന വ്യക്തി ജീവിതങ്ങളുമായി കണക്ട് ചെയ്ത് നിങ്ങളെ നമസ്കരിക്കാനാ, നിങ്ങളെ നന്നാക്കാനാണെന്നും പറഞ്ഞോട്ടെ കേറി വന്ന് കാലവാരി അലക്കിയ എല്ലാ സ്പിരിറ്റുകളും ഉണ്ട്. നിങ്ങളുടെ നന്മകളെ തടുക്കത്തക്ക നിലവാരത്തിൽ നന്മയ്ക്ക് വേണ്ടിയാണെന്നുള്ള വ്യാജേന കേറി വന്ന് നിങ്ങളെ ഒതുക്കിയ സ്പിരിറ്റ് ഈ രാത്രികാലം കട്ട് ഓഫ് ആക്കുക. നിങ്ങളെ സ്നേഹിച്ച് നന്മയ്ക്ക് എനിക്കൊന്നൊന്ന് കാണാനാ, പൊന്നു കൊണ്ടുവരാനാ, കുന്തിരിക്കം കൊണ്ടുവരാനാ, മോറ് കൊണ്ടുവരാനാന്ന് പറഞ്ഞോണ്ട് കൊണ്ടുവന്ന്
നിങ്ങളെ നന്മയിലോട്ടാന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന് ഹല്ലേലൂയ ചില നന്മ മരങ്ങൾ കയറി നിങ്ങളുടെ ജീവിതങ്ങളെ മുടിപ്പിച്ചത്. ഹല്ലേലൂയ ഇന്ന് അതിന്റെ എല്ലാ എഫക്റ്റുകളും പൊളിയുകയാണ്. മറിച്ച് നടക്കാൻ പോകുന്ന കാര്യം നിനക്കുള്ള യാത്രയ്ക്കും നിങ്ങളുടെ ജീവിതത്തിന്റെ നന്മയ്ക്കും വേണ്ടിയാണ്. പൊന്ന്, നൂറ്, കുന്തിരിക്കം, ഹല്ലേലൂയ പോകുന്ന വഴിക്ക് അടിക്കുന്ന സ്പ്രേ, പോകേണ്ട വഴിക്ക് പോകേണ്ട യാത്രാക്കൂലി, ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടുന്ന സകല നന്മകളും ഇടപാടുകളും ഇന്ന് നിനക്ക് ഇല്ലെങ്കിലും ഹല്ലേലൂയ ഹല്ലേലൂയ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, ഹല്ലേലൂയ നിനക്ക് വേണ്ടുന്നതിനെ നിന്റെ കാൽക്കൽ കൊണ്ടുവരും. പൈശാചിക ലോകം എന്തൊക്കെ വിചാരിച്ചെന്ന് പറഞ്ഞാലും തൊടാൻ പറ്റത്തില്ല. ഇന്ന് വരെ തൊട്ടത് മതി, ഇന്ന് വരെ തകർത്തത് മതി. പകരം വെട്ടുക്കിളിയും തുള്ളനും പച്ചപ്പുഴവും തിന്നുകളഞ്ഞ കാലങ്ങൾ കൊത്തവണ്ണമുള്ള നന്മയുടെ വലിയൊരു പെയ്ത്ത് ഇതിന്റെ അകത്ത് നക്ഷത്രങ്ങൾ നോക്കി ചെയ്ത പണികളുടെ എഫക്റ്റുകൾ പൊളിയുക. നക്ഷത്രങ്ങൾ വെച്ച് എല്ലാവരും അന്യഭാഷകളിൽ പ്രാർത്ഥിക്കും. നിങ്ങൾ കാഴ്ചക്കാരായിട്ടിരിക്കുക. നക്ഷത്രങ്ങൾ എടുത്തു വെച്ച് പണിഞ്ഞ പണികൾ ഇന്ന് ഈ രാത്രികാലം പൊളിയുക. നിന്നെ പുറത്തു വിട്ടാൽ ഭയങ്കര പൈശാചിക ലോകത്തിന് വെല്ലുവിളിയാണെന്ന് അറിയാം. അറിഞ്ഞോണ്ട് ചെയ്ത ചില പരിപാടികൾ, ഒന്ന് ഭൂമിയിലോട്ട് ജനിപ്പിക്കാതിരിക്കാൻ നോക്കി, ജനിച്ചു കഴിഞ്ഞതിന് ശേഷം തകർക്കാൻ നോക്കി, നിന്റെ ജീവിതത്തിൽ ഡിലേകളുടെ വലിയൊരു കൂട്ടം നിരകളുമായി കയറിയ ചിലതൊക്കെ പൊളിയുകയാണ്. അതിൽ ഡോക്ടർ എഴുന്നേറ്റ് വേറെ മക്കളുണ്ടോ? ഇല്ലല്ലോ, ഒരു ഒരാളല്ലേ ഉള്ളൂ. എത്ര ആൾ കഴിഞ്ഞാട്ടോ ഉണ്ടായേ? ഒരു വർഷം കഴിഞ്ഞു. ഈ തലമുറയുമായി ബന്ധപ്പെട്ട് ഈ വ്യക്തിയെ അഴിച്ചു കളയണമെന്ന് ചെയ്ത പല സെറ്റിങ്ങുകളുണ്ട്. നിങ്ങളായിട്ടോ നിങ്ങളുടെ പലരുമായിട്ടും നോക്കിക്കഴിഞ്ഞാലും കണ്ടെത്താൻ കഴിയാതെ ഹിഡനായിട്ട്, ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, നീ പോയി നമസ്കരിച്ചിട്ട് വാ, ഞാൻ പുറകെ വന്നിട്ട് എന്ന് പറഞ്ഞാൽ മതി, ഞാൻ പോകാമെന്ന് എന്ന് പറഞ്ഞതുപോലെ വെച്ച സെറ്റിങ് ഈ രാത്രികാലം പൊളിയുക. നിങ്ങളുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന എല്ലാ സ്റ്റാറുകളുടെ അത് വെച്ച് ചെയ്ത എല്ലാ പരിപാടികളും അതിന്റെ മന്ത്രതന്ത്ര ശക്തികളും ഇന്ന് ഈ രാത്രികാലം പൊളിയുകയാണ്. ബുദ്ധിയെ കെട്ടി നിന്നെ ബുദ്ധി അമലമാക്കി നിന്നെ വിടുവാൻ നിൽക്കുന്ന പൈശാചിക ലോകത്തിന്റെ വെല്ലുവിളി പൊളിയുക. നിന്റെ 38 വയസ്സ് വരെ നിന്നെ ഇതേ മട്ടി കൊണ്ടുപോകാൻ നിൽക്കുന്ന ഒരു സ്പിരിറ്റാണ് ഇന്ന് ഈ രാത്രികാലം പൊളിയുക. ശരീരത്തിൽ നിന്ന് എല്ലാ ബലഹീനതകളും വിട്ടുമാറുക. എല്ലാ ദുഷ്ടന്റെ പദ്ധതികളും ഇന്ന് ഈ രാത്രികാലം പൊളിയുക. ഹല്ലേലൂയ. ചിലതിനൊക്കെ ഹല്ലേലൂയ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുക, ചിലർക്കൊക്കെ വലിയ ഫേവർ വീഴുന്ന രാത്രികാലമാണ്. ഞാൻ കാണുന്നു ദൈവത്തിന്റെ കരം നിങ്ങളുടെ മേൽ വരികയാണ്. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി നിങ്ങളെ തൊടുകയാണ്. ഇപ്പോൾ നിങ്ങൾ അതിനെ അനുവദിച്ച ആ യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയെ ഞാൻ എന്റെ ശരീരത്തിലേക്ക് അനുവദിക്കുന്നെന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ ഇന്ന് ഈ രാത്രികാലം ആ ശക്തി നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വാദിക്കുന്ന കാഴ്ച ഞാൻ കാണുകയാണ്.
അത് കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും വീണാൽ ഹല്ലേലൂയ, ഞാൻ വിളിച്ചു പറയുകയാണ്, ചില മരണങ്ങൾ വഴിമാറും. ശത്രു വെച്ച പടികളും ഹല്ലേലൂയ അത് പാളുന്ന രാത്രിയായത്. ഇതുവരെ ഇങ്ങനെയുള്ള ഏതെങ്കിലും മീറ്റിംഗ് കയറിയിട്ടുണ്ടോ? ആദ്യമായിട്ടാ കയറുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം ആ ബർത്ത്ഡേയുടെ അന്നും ഞാൻ കണ്ടപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഞാനതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പല കാര്യങ്ങളോടും കടക്കുന്നില്ല, ഞാൻ പല കാര്യങ്ങളും പറയുന്നില്ല. പക്ഷേ ഞാൻ ചെയ്യേണ്ട പണി അങ്ങ് ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങളുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന ഡിലേ, നിങ്ങളെ നെട്ടോട്ടം തിരിക്കാൻ, വട്ടം തിരിക്കാൻ നിൽക്കുന്ന ഒരു ഡിലേ ഉണ്ട്. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നിരുന്നെങ്കിൽ, കഴിഞ്ഞ വ്യാഴാഴ്ച ഇവിടെ നമ്മൾ ടോണി ബ്രദറിന്റെ ഒരു സാക്ഷ്യമുണ്ടായിരുന്നു. അവനെ നീണ്ട നാളുകളോളം അവന്റെ വിവാഹം നടക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിന്നൊരു സ്പിരിറ്റ് ആയിരുന്നത്. അവന്റെ പിതാവിനോട് പറഞ്ഞ മാത്രയിൽ അവനെ കാനഡയിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നെത്തിച്ചു. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഈ നാട്ടിൽ നിന്ന് പലരും കാനഡയിലോട്ട് പോകാൻ നിൽക്കുമ്പോൾ കാനഡയിൽ വർക്ക് വിസ ഉള്ളവൻ തിരിച്ച് നാട്ടിൽ വന്നേക്കുവാ. ദൈവം അവനെ തൊടാനായിട്ടേ. അവനോട് ഞാൻ പറഞ്ഞു, ബ്രദറെ, നിങ്ങളുമായി കണക്ട് ചെയ്ത് മണ്ഡപങ്ങൾ ഒരുങ്ങി നിൽക്കുന്ന കാഴ്ച ഞാൻ കാണണം. അത് നടന്നോ സൂച? അത് നടക്കുമ്പോ ഈ മാസം, ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ പരിശുദ്ധാത്മാവ് അത് ചെയ്തെങ്കിൽ, യേശു രക്ഷിക്കാൻ കഴിയുന്ന ദൈവമാണെന്ന്. നിങ്ങൾ ഏത് പ്രശ്നങ്ങളിൽപ്പെട്ടോ, ഏത് പ്രതിസന്ധിയിൽപ്പെട്ടോ, ഇത് വിഷയമല്ല. ഇന്ന് വരെ നിങ്ങൾ ഏത് വഴിക്കൂടെ പോയത്, അതും വിഷയമല്ല. പക്ഷേ നിങ്ങളുമായി പറഞ്ഞ് കണക്ട് ചെയ്ത് വെല്ലുവിളിച്ച് നിൽക്കുന്ന ചില മണ്ഡലങ്ങളെ കൂട്ടിമുട്ടിക്കാൻ അവൻ അനുവദിക്കുന്നില്ല. രണ്ട് വയറുകൾ തമ്മിൽ, അല്ലെങ്കിൽ രണ്ട് നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ തമ്മിൽ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്താലേ ലൈറ്റ് കത്തത്തുള്ളൂ, പവർ ഓൺ ആകത്തുള്ളൂ. പക്ഷെ നിന്റെ മേൽ കണക്ട് ചെയ്ത് അങ്ങനെ കണക്ട് ആകാൻ നിൽക്കുന്ന ഒരു പവറിനെ ഞാൻ ആത്മാവിൽ മറിച്ച് പകരം ഒരു ശക്തി നിന്റെ മേൽ പകരപ്പെടുകയാണ് ഈ രാത്രികാലം. അത് യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാണ്. ഞാൻ ആത്മാവിൽ നിന്നോട് പ്രവചിക്കുക, അടുത്ത വർഷം ഈ സീസണിൽ നീ നിന്റെ ഭാര്യയും കൂടി ഇതിന്റെ അകത്ത് നിൽക്കും. ഞാൻ കാണുന്ന മറ്റൊരു കാഴ്ച, നിങ്ങളുമായി കണക്ട് ചെയ്ത മാതാവേ, പിതാവേ, നിങ്ങൾ കൂടെ എഴുന്നേറ്റ് വന്നേ. നിങ്ങളുമായി കണക്ട് ചെയ്ത് നിങ്ങളുടെ ജനറേഷനെ ഇവിടെ കൊണ്ട് എൻഡ് ചെയ്യണമെന്നും പറഞ്ഞ് ചെയ്ത ഒരു പരിപാടിയുണ്ട്. അത് ഇവന്റെ നക്ഷത്രം വെച്ച് ചെയ്ത സാധനമാണ്. ഒതുക്കിക്കളയാൻ നിന്ന മണ്ഡലങ്ങളെ ഇന്ന് യേശു വിശ്വസിക്കുന്നുണ്ടോ? ഈ യേശുവിന് പൊളിച്ചു കളയാൻ കഴിയുമെന്ന് നിങ്ങൾ കാണും. ഇത് ഒരു കുഴപ്പം കൊണ്ടുണ്ടായ സംഭവങ്ങളല്ല, പക്ഷെ ദൈവത്തിന്റെ മഹത്വം നിന്റെ മുമ്പിൽ വെളിവാകാൻ ഇത് മാത്രമേ മാർഗമുള്ളൂ. നിഖിൽ ഡോക്ടർ, ഒരു മാർഗമില്ല. അല്ലെങ്കിൽ ഈ വഴി കേറത്തില്ല, ഈ വഴി കൂടെ സഞ്ചരിക്കത്തുമില്ല. പക്ഷെ ദൈവത്തിന് നിന്നെ ദൈവത്തിന്റെ ശബ്ദമായി തീർക്കാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. ഇന്ന് ഈ രാത്രികാലം നീ ദൈവത്തിന്റെ ശബ്ദമായി തീരുമെന്ന്, ഞാൻ ആയിക്കൊള്ളാമെന്ന് നിന്റെ ഹൃദയം കൊണ്ട് വിചാരിച്ചാൽ ദൈവം നിന്റെ വാലല്ല തലയാണ്. നിന്നെ ലോകപ്രസിദ്ധനായിട്ടുള്ള ഒരു സുവിശേഷകരുടെ നിരയിലേക്ക് പരിശുദ്ധമാവും. നിന്റെ പ്രൊഫഷനുകൾക്കപ്പുറം നീ അറിയപ്പെടാൻ പോകുന്നത് അങ്ങനെയായിരിക്കും. നിന്റെ തലമുറകളെ ഇവിടം കൊണ്ട് എൻഡ് ചെയ്യിപ്പിക്കും.
പഠിപ്പിക്കുമെന്നും പറഞ്ഞു നിൽക്കുന്ന, വാദിച്ചു നിൽക്കുന്ന അടുത്ത 7 വർഷങ്ങൾക്കുള്ളിൽ ക്ലോസ് ചെയ്യാൻ നിൽക്കുന്ന ചാപ്റ്ററുകളെ ഈ രാത്രികാലം ഞാൻ പൊളിക്കുകയാണ്. പകരം ആത്മാവിൽ ആണും പെണ്ണുമായി 3 തലമുറകൾ നിന്നിൽ നിന്ന് പുറപ്പെടുന്ന കാഴ്ച ഞാൻ കാണുകയാണ്. ശബ്ദമുയർത്തിയൊന്ന് പാടിക്കേ. സംശയം തോന്നിയേക്കാം, ഈ 3 തലമുറകൾ പുറത്തു വരുമെന്ന് പറഞ്ഞത് എങ്ങനെ അറിയാമെന്ന്. ഇവിടെ ഇരിക്കുന്ന സ്റ്റെഫി ഡോക്ടറിന്, ഇവർ 2 പേരും ഡോക്ടേഴ്സാണ്. ഇവർക്ക് പോലും അറിയത്തില്ല ഇവരുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ. ഞാൻ ആ സോഫയിൽ വന്നിരിക്കുമ്പോൾ ഞാൻ വയറിലോട്ട് സൂക്ഷിച്ചു നോക്കുമ്പോൾ 2 കാലുകൾ പുറത്തോട്ടിരിക്കുക. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഉദരത്തിൽ കുഞ്ഞുണ്ട്. പോയി ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കുഞ്ഞു കിടക്കുന്ന വയറ്റിൽ. എന്റെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ, ആണും പെണ്ണുമായി ജനിക്കുന്നതിന് മുമ്പേ അവർക്കെല്ലാം പേരിടാൻ കർത്താവ് എന്നെ സഹായിച്ചു. എന്റെ മേൽ കർത്താവിനാൽ പകരപ്പെട്ട, എന്റെ ആത്മീയ പിതാവാൽ പകരപ്പെട്ട അധികാരത്തിലും അഭിഷേകത്തിലും നിന്നുകൊണ്ട് നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന പൈശാചിക ലോകത്തിന്റെ സെറ്റിങ്ങിനെ ഞാൻ പൊളിക്കുകയാണ്. എന്നെ എടുത്തു ഒന്ന് മുന്നോട്ട്, അത് ഇവിടെ വന്നാ ദാഹം തീർക്കുന്ന ജീവനദിയുണ്ടെന്നും ഒരു നാളും വറ്റിപ്പോകില്ല. ദാഹം തീർക്കുന്ന ജീവനദിയുണ്ടെന്നും ഒരു നാളും വറ്റിപ്പോകില്ല. അല്ലേ എന്നെ നടത്തും ശബ്ദം കേൾക്കുന്ന
ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും ബന്ധമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും ബന്ധമാകില്ല. ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താൽ നടത്തിയ ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താൽ നയിച്ച ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താൽ നടത്തിയ ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താൽ നയിച്ച യഹോവയുടെ മഹത്വം ഒരു വ്യക്തിയുടെ മേൽ വന്നാൽ അത് ആ വ്യക്തിയെ സാധാരണത്വത്തിൽ നിന്ന് അസാധാരണത്വത്തിലേക്ക് നയിക്കും. അവിടെ യേശുവിന് കൊണ്ടുവന്ന പൊന്നും മൂറ കുതിരിക്കും എല്ലാം കൊണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് പറയുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് യഹോവ യോസഫിന് പ്രത്യക്ഷനാവുകയാണ്. ദൂതൻ പ്രത്യക്ഷനായി പറയാണ്, സ്വപ്നത്തിൽ പ്രത്യക്ഷനായിട്ട് പറയാണ്, നീ ഇവിടുന്ന് എഴുന്നേറ്റോ, വിട്ടോ പരിപാടി. ഇങ്ങനെ പുറപ്പെട്ട് അവൻ പോയി മിസ്രൈമിൽ പോയി പാർക്കുകയാണ്. പാർത്ത് ആ രാജാവിന്റെ ഹെരോദ രാജാവിന്റെ മരണം വരെ അവിടെ പാർക്കുകയാണ്. പാർത്തതിന് ശേഷം തിരിച്ചു വരികയാണ്. അച്ഛനൊന്ന് എഴുന്നേൽക്കാമോ? അച്ഛൻ, ഞാൻ അച്ഛനെ പരിചയമില്ലെന്നുള്ളത് അച്ഛനും അറിയാം. പക്ഷേ അച്ഛന്റെ പല സമ്പത്തിനെയും അടിച്ചു മാറ്റിയ കാഴ്ചയെ ഞാൻ ആത്മാവിൽ കാണുകയാണ്. As I am standing in the realm of Holy Spirit, I am standing against that spirit. ഞാനിപ്പോൾ അതിനെതിരെയാണ് നിൽക്കുന്നത്. നിങ്ങൾ ഇതിനകത്ത് കയറിയിരിക്കുന്നതുകൊണ്ട് നിങ്ങളിൽ നിന്ന് നിങ്ങൾ ഒഴുകിപ്പോയ വെള്ളം പോലെ നിങ്ങളുടെ കഷ്ടതകളെ മറക്കും. നിങ്ങളുടെ കരച്ചിലിന്റെയും കണ്ണുനീരിന്റെയും ഒരു സീസൺ ഓവറായി. ഈ മഹത്വം ഇന്ന് നിങ്ങളുടെ മേൽ വീഴുന്നത് കൊണ്ട് പുതിയതെന്തൊക്കെയോ നിങ്ങളിൽ വന്നു ചേരാൻ പോവുകയാണ്. പുതിയത് വന്നു ചേരാൻ പോവുക. ഞാൻ ആത്മാവിൽ ചിലത് വിളിച്ചു പറയുമ്പോൾ ഹല്ലേലൂയ, ചിലതിന്റെ മരണം വരെ നീ ചിലടത്ത് പാർക്കും. എനിക്ക് അച്ഛനെ പരിചയമുണ്ടോ? അച്ഛാ, ഒരു പരിചയമില്ല. ചിലതിന്റെ മരണം വരെ നിങ്ങൾ ചിലടത്ത് പാർക്കും. സമ്പത്ത് നിങ്ങൾ തിരിച്ചെത്തും. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുക, തിരിച്ചെത്തുമെന്ന്. പ്രത്യേകിച്ച് ഗ്രേസ് ഫാമിലിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആത്മാവിൽ സഞ്ചരിക്കുന്ന പ്രവാചകന്മാരുടെ ഇടമാണ്. ഞാനിപ്പോൾ സഞ്ചരിക്കുന്നത് നിങ്ങളുടെ പിൻകാലഘട്ടങ്ങളിലൂടെയാണ്. നിങ്ങളെ ആർക്കു വേണ്ടതായോ അതിലും മനോഹരമായതിനെ പരിശുദ്ധാത്മാവിൽ സത്യം കഴിഞ്ഞതിനേക്കാൾ മേത്തരമായത്, മേത്തരമായിട്ടുള്ള ചിലത് വന്നു ചേരാൻ പോവാ.
കാര്യം ചെയ്തവ ചെയ്യും. നിങ്ങൾക്ക് വേണ്ടുന്ന പൊന്നും നൂറും കുന്തിരിക്കവും സെറ്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക്. നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു ചില്ലിക്കാശ് പോലും നഷ്ടപ്പെടത്തില്ലെന്നോ ഒരു പ്രവാചകൻ എഴുതി വെച്ചോ. ഹല്ലേലൂയ, എഴുതി വെച്ചോ. ഇത് ഹല്ലേലൂയ, ദൈവം നിങ്ങൾ മൂലം അധ്വാനിച്ച ഒരു ചില്ലിക്കാശ് പോലും നഷ്ടപ്പെടുത്തത്തില്ല. അച്ഛനുമായി കണക്ട് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇപ്പൊ ഉണ്ട്. ദൈവത്തിന് തിരിച്ചു തരാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ വേണമെന്ന് വെച്ചെന്ന് പറഞ്ഞാൽ തിരിച്ചു തരാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. Hallelujah. Thank you, Jesus. Thank you, Jesus. പരിശുദ്ധമാവ് ചരിക്കുന്നതാണ്. അസാധാരണമായി ദൂതന്മാർ ഇതിന്റെ അകത്ത് ഇറങ്ങി വെക്കുന്ന കാഴ്ച നിങ്ങളെ തകർച്ചയിലേക്കും ആത്മഹത്യയിലേക്കും കൊണ്ടുപോകാൻ നിന്ന സ്പിരിറ്റ് രാത്രികാലം പൊളിയുക. പലതായി കുരുക്കി 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 നിങ്ങളെ ഒരു ട്രാജഡിയാക്കി കൊണ്ടുപോകാൻ നിൽക്കുന്ന സ്പിരിറ്റ് പൊളിയുക. എനിക്കറിയത്തില്ല അച്ഛൻ എവിടെയാ വർക്ക് ചെയ്യുന്നതെന്നോ എന്തോ ചെയ്യുന്നതെന്നോ എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ കാണുന്നത് അധികാരം നല്ല ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആണോ? ആണോ? നിങ്ങളൊരു ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ്. എന്ത് പോസ്റ്റിലാണ് ഇരിക്കുന്നത്? ജനറൽ മാനേജർ. ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് പല നന്മകളും പല മഹത്വങ്ങളും നിങ്ങളുടെ മേൽ ദൈവം ചെയ്തിട്ടുണ്ട്. പക്ഷെ പൈശാചിക ലോകം അതിന്റെ പകരമായി 8ന്റെ പണിയും കൊണ്ടാണ് എഴുന്നേറ്റ് വന്നത്. അത് രാത്രികാലം പൊളിയുക. കരങ്ങളെ അടിച്ച് ദൈവമക്കളെ നിങ്ങളുടെ കരങ്ങളെ അടിച്ച് യേശുവെ എന്ന് വിളിക്കുമ്പോൾ ഈ വ്യക്തിക്കെതിരെ സെറ്റ് ചെയ്തത് സ്വന്തം എന്ന് പറഞ്ഞത്, ബന്ധം എന്ന് പറഞ്ഞത്, ഓ ഹല്ലേലൂയ, പാല തേന ചക്കര എന്ന് പറഞ്ഞ് നിന്നെ പോഷിപ്പിക്കാൻ വന്ന് നിന്നെ മുടിച്ചത് ആലവായി അടക്കിയ സ്പിരിറ്റ് വിടുകയില്ലാത്തുക. ദേവാദിദേവനുമേ രാജാദിരാജനും കർത്താദികർത്തനും ദേവാദിദേവനുമേ യേശുവേ